90-95% ആളുകളും മറന്നുപോയ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് ബ്രാൻഡ് ഉണ്ടാക്കാൻ മറന്നുപോയി. ഇന്റർനാഷണൽ ബ്രാൻഡായി നമ്മുടെ ബ്രാൻഡിനെ വളർത്തണമെന്ന് സ്വപ്നം കാണുകയും ഇനി അങ്ങോട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്ന് അതീവമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് വിഷൻ നമുക്ക് വിൽക്കാൻ പറ്റുന്ന അത്രയും പേർക്ക് വേറെ സാധനം വിൽക്കാൻ പറ്റില്ല. ഒരു ബ്രാൻഡ് നമുക്ക് വിൽക്കാൻ പറ്റുന്ന അത്രക്ക് വേറെ ഒരു സാധനം വിൽക്കാൻ പറ്റില്ല. ഹലോ, ഡോക്ടർ അബ്ദുൽ സലാം ഉമർ വിത്ത് യു. നമ്മളിതുവരെ നമ്മുടെ ഒരു ബിസിനസ് കോച്ചിങ് പ്രോസസ്സിനെ കുറിച്ച് ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഞാൻ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് പാരലലി നമ്മളൊരു കഴിഞ്ഞ 13 വർഷമായിട്ട് ഒരു കോച്ചിങ് ഇൻഡസ്ട്രി ബിൽഡ് ചെയ്തുകൊണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു പബ്ലിക്കായിട്ട് നമ്മൾ ചെയ്യാറില്ലായിരുന്നു. പ്രൈവറ്റായിട്ട് കമ്പനികൾ, ഇപ്പോൾ നെസ്റ്റോ ആയാലും ജിപാസ് ആയാലും സിറ്റി ഫ്ലവർ ആയാലും അൽസലാമ ഗ്രൂപ്പ് ആയാലും മറ്റേ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽസ് ആയാലും റൊട്ടാന ഗ്രൂപ്പ്സ് ആയാലും റാഫൽ ഗ്രൂപ്പ്സ് ആയാലും ഒക്കെ നമ്മൾ പ്രൈവറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഞാനതിൽ നിന്ന് പഠിച്ച പ്രധാനപ്പെട്ട കുറച്ച് വേദനകൾ അല്ലെങ്കിൽ പെയിനുകൾ എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനമായും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മലയാളികളാണ് ഒരു 90% ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അവർ 20-30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യങ്ങളൊന്നും മിക്കവാറും സിസ്റ്റമാറ്റിക് അല്ല. അപ്പോൾ അവർക്കിപ്പോൾ 50-60 വയസ്സാവുകയും ചെയ്തു. അവരുടെ മക്കളൊന്നും ഇത് ഏറ്റെടുക്കുന്നുമില്ല. അവർ സിസ്റ്റമാറ്റിക് ആവാത്തതുകൊണ്ട് തന്നെ അവരുടെ കാലശേഷം ഈ ബിസിനസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല. അവർക്കായിട്ട് ഇത് കൊണ്ട് നടക്കാനും വയ്യാത്ത ഒരു വലിയ പ്രതിസന്ധി. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനെ ഒരു സിസ്റ്റം ഓറിയൻറ്റഡ്, ടീം ഓറിയൻറ്റഡ്, പ്രോസസ് ഓറിയൻറ്റഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിലായിരുന്നു നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സിസ്റ്റം ആക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കച്ചവടത്തിൽ അങ്ങോട്ട് മുഴുകിയിട്ട് നമുക്ക് ജീവിക്കാനോ കുടുംബത്തിന് കൊടുക്കാനോ ആരോഗ്യം ശ്രദ്ധിക്കാനോ ഒന്നും സമയം കിട്ടാത്ത രീതിയിൽ നമ്മുടെ ജീവിതം തന്നെ കച്ചവടത്തിന് കൊടുക്കുന്ന മാതിരി ആയിപ്പോൾ. നേരെ മറിച്ച് നമുക്കൊരു സിസ്റ്റവും ടീമും ഉണ്ടെങ്കിൽ ടീമും സിസ്റ്റവും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതം ആസ്വദിക്കാനും സമൂഹത്തിനും കുടുംബത്തിനും നമുക്കും ഒക്കെ കൊടുക്കാൻ, യാത്ര ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന എലമെൻറ്റ്, ഇപ്പം പല ബിസിനസ്സുകളും ഒരു സ്റ്റഗ്നൻ്റ് ഫേസാണ്. അതായത് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ ബിസിനസ് എവിടെ എത്തുന്നു വെച്ചാൽ അറിയില്ല. ഈ ഉള്ള സാധനത്തിൽ തന്നെ ഇതിലിങ്ങനെ കറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സ് വരും. ഒരേ ചെയ്യുന്ന അതേ സാധനം ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മെല്ലെ മെല്ലെ ബിസിനസ് ഒരു സൈക്കിൾ പോലെയാണ്. ഒന്നെങ്കിൽ അത് മുന്നോട്ട് ഓടും, അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. ബിസിനസ് നിൽക്കില്ല, ഒരിക്കലും സ്റ്റഗ്നൻ്റ് ആയിട്ട് നിൽക്കില്ല. അപ്പം ഓരോ ബിസിനസ്സും നിർബന്ധമായിട്ടൊരു 10 വർഷം മുന്നോട്ടുള്ള ഒരു വിഷൻ വേണം. ആ വിഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എംപ്ലോയീസും ആളുകളും എല്ലാവരും നമ്മുടെ കൂടെ യാത്ര ചെയ്യുക. പിന്നെ നമ്മൾ മിസ് ചെയ്തൊരു പ്രധാന കൺസെപ്റ്റ്, പലരും കച്ചവടം ഉണ്ടാക്കി, കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കി. പക്ഷേ 90-95% ആളുകളും മറന്നുപോയ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് ബ്രാൻഡ് ഉണ്ടാക്കാൻ മറന്നുപോയി. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം വിഷനും ബ്രാൻഡുമാണ്. വിഷനും ബ്രാൻഡുമാണ്. ഒരു വിഷൻ നമുക്ക് വിൽക്കാൻ പറ്റുന്ന അത്രയും പേർക്ക് വേറെ സാധനം വിൽക്കാൻ പറ്റില്ല. ഒരു ബ്രാൻഡ് നമുക്ക് വിൽക്കാൻ പറ്റുന്ന അത്രക്ക് വേറെ ഒരു സാധനം വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 സാധനം ഉണ്ടാക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പാണ് ആദ്യമായിട്ട് പബ്ലിക് ഓഫറിംഗ് ആയിട്ട് ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഏകദേശം 18ഓളം കമ്പനിയുടെ MDസും അതുപോലെ തന്നെ അതിൻ്റെ CEOസുമായിട്ട് ഇരുന്നിട്ട് അവരുടെ ഒരു 2030 അല്ലെങ്കിൽ നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്കുള്ള വിഷൻ പ്ലാനിങ് നമ്മൾ ചെയ്തതും, അതിനെ എങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാം, അതിൻ്റെ ടീമിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെ സെറ്റ് ചെയ്യാം, വിഷൻ എന്ത്, മിഷൻ എന്ത്, കോർ വാല്യൂസ് എന്ത്, അതിൻ്റെ ടോട്ടൽ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് എന്ത്, ആനുവൽ ഗോൾസ് എന്ത്, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള സമഗ്രമായ ചർച്ച എല്ലാവരും പരസ്പരം ഇരുന്ന് ചെയ്ത് ഞങ്ങളൊരു 10 ദിവസം കൂടിയിരുന്നു. ഇനി അടുത്ത പ്രോഗ്രാം അതിനു വേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നവംബർ മാസത്തിലാണ്. മൂന്നാറിൽ നവംബർ മാസത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ആരെയെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു 10 കോടി അല്ലെങ്കിൽ 50 കോടി കച്ചവടം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ആ ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. ഇതിന് ടീം സെറ്റ് ചെയ്യണം, പ്രോസസ്സുകൾ സെറ്റ് ചെയ്യണം, സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണം, ഇതിനൊരു ഒരു ബ്രാൻഡാക്കി വളർത്തണം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ലുലു ഉണ്ട്, നെസ്റ്റോ ഉണ്ട്, ഫില്ലി ഉണ്ട്, അങ്ങനെ ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകൾ നമ്മുടെ ഇടയിൽ ജിപാസ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡുകൾ വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി നമ്മുടെ ബ്രാൻഡിനെ വളർത്തണമെന്ന് സ്വപ്നം കാണുകയും ഇനി അങ്ങോട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്ന് അതീവമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ബിസിനസ് ഇമ്മർഷനിലേക്ക് സ്വാഗതം. അവർക്ക് എന്താ കിട്ടുമെന്ന് വെച്ചാൽ, അവരുടെ പേരൊരു സൂപ്പർ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഉണ്ടാവും, അവരുടെ കമ്പനിക്ക് ഒരു അടിപൊളി സിസ്റ്റം ഉണ്ടാവും, അവരില്ലാതെ തന്നെ അവരുടെ ബിസിനസ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, ടീം അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഒരുപാട് സമയം ഫാമിലിക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി നീക്കി വെക്കാനുണ്ടാവും. അവരുടെ കാലശേഷം സ്വന്തം മക്കളല്ല, ആ ടീം അല്ലെങ്കിൽ ആ സിസ്റ്റം, ആ ബിസിനസ് സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ കൊണ്ട് നടക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ജീവിതത്തിൽ ആ ബ്രാൻഡിൻ്റെ ഒരു നിശ്ചിത ശതമാനം 10-20% വിറ്റാൽ തന്നെ നമ്മൾ ഇത്രയും കാലം കച്ചവടം ചെയ്ത് ഉണ്ടാക്കിയതിൻ്റെ ഒരു പൈസ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി പൈസ ബ്രാൻഡ് സെല്ലിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി ആ ഒരു പ്ലാനിങ്ങുള്ള ആളുകളാണ് ബേസിക്കലി ബിസിനസ് ഇമ്മർഷനിലേക്ക് സ്വാഗതം. ഒരു 10-11 ദിവസത്തെ പരിപാടിയായിരിക്കും. ഫുൾ എൻഗേജ്ഡ് ആയിട്ട് നമ്മളെല്ലാ പരിപാടിയിൽ നിന്ന് മാറ്റി വെച്ച് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് ഇമ്മർഷൻ. അപ്പോൾ കറക്റ്റ് ഓഡിയൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക്
ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു MBA കോളേജിലും കിട്ടിയിട്ടില്ലാത്ത ഒരു IIM ലും കിട്ടിയിട്ടില്ലാത്ത സൂപ്പർ ഡൂപ്പർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് ബിസിനസ് കോച്ചിങ് പ്രോസസ്സ് കിട്ടും.